بسم الله الرحمن الرحيم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وجه دنيانا. بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وكل خير في اتباع من سلف وكل شر في ابتداء من خلف. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വട്ടത്തൂർ പഞ്ചായത്ത് SYSന്റെ കീഴിൽ ആദർശ സമ്മേളനം നടക്കുകയാണ്. ഇവിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഹ്ലുസുന്ന സന്ദേശം പ്രമാണം എന്ന പ്രമേയവുമായി 600ഓളം സമ്മേളനങ്ങൾ നടക്കുന്നു. അതിൽ ഒന്ന് മാത്രമാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം നടത്താൻ പ്രതിബന്ധങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് ഇനിയും ചില പരിപാടികളിൽ പ്രസംഗിക്കാൻ ഉണ്ട്. അതിനാൽ അല്പസമയം സംസാരിക്കുന്ന വിഷയങ്ങൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തി. അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നി, ഈ മൂന്ന് വാക്കും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. വിശദമായി പറയുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയും. ഒരൽപ്പം ചുരുക്കി പറയുമ്പോൾ അഹ്ലുസുന്ന എന്ന് പറയും.
ഒന്നുകൂടി ചുരുക്കി പറയുമ്പോൾ സുന്നി എന്ന് പറയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം, അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മ ലോകത്ത് പഠിപ്പിച്ച ജമാഅത്ത്, മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മ, ഇത് അവലംബമാക്കി ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നി എന്നിങ്ങനെയുള്ള പേരുകൾ എല്ലാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെയും സത്താവായ അല്ലാഹുവിന്റെയും ഇടയിൽ മധ്യവർത്തിയായി നിശ്ചയിച്ച ഏറ്റവും വലിയ നേതാവ് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറഞ്ഞു. അതുപോലെ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി പോലും അദ്ദേഹത്തിന്റെ സാദുൽ മആദിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും പറയുന്ന ഒരു വാചകം, ജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി അഫ്ളലുൽ വസായിൽ. അഫ്ളലുൽ വസായിൽ എന്നത് ഇബ്നുൽ ഖയ്യിമിന്റെ വാചകമാണ്. ജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി എന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്. സദസ്സിൽ ധാരാളം മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് സത്താവിന്റെയും സൃഷ്ടികൾക്കും ഇടയിലുള്ള മധ്യവർത്തി അല്ലാഹു ജല്ല ജലാലുഹു എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ഉടമസ്ഥനായ രാജാവ്. ആ രാജാവ് താക്കോല് കൊടുത്തിട്ടുള്ള ഒരു നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അത് എന്റെ വകയിൽ പറഞ്ഞതല്ല, സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, ഉഅ്തീതു മഫാതീഹ ഖസാഇനിൽ അർദ്, ഭൂമിയുടെ സ്റ്റോറുകളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകമാണ്. അങ്ങനെ സർവ നന്മയുടെയും സ്റ്റോറുകളുടെ താക്കോലുകൾ നൽകപ്പെട്ട സയ്യിദുൽ ഖലായിഖ്, സർവ്വസൃഷ്ടികളുടെയും നേതാവ്, അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും ഹദീസും നോക്കി ഒരു നിയമം കണ്ടുപിടിച്ച് പറയുന്ന ഏർപ്പാട് നമ്മുടെ നേതാക്കൾക്കുള്ളതാണ്, നമുക്കുള്ളത്. നമ്മുടെ നേതാക്കൾ അവരെ അനുസരിച്ചാൽ മാത്രമേ ഇസ്ലാം ദീൻ ഉണ്ടാവുകയുള്ളൂ എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചു. ഖുർആൻ അവർക്ക് പറയുന്ന പേര് ഉലുൽ അംർ, അഹ്ലുൽ ദിക്ർ എന്നിങ്ങനെയാണ്. ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബുർ. തെളിവുകളും ഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് വേണ്ടതുപോലെ അറിയില്ലെങ്കിൽ നിങ്ങൾ വിവരമുള്ളവരെ അവലംബിച്ച് ജീവിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. അവർക്ക് ഖുർആൻ പറയുന്ന പേര് ഇമാമുകൾ എന്നാണ്. الذين والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. മുത്തഖീങ്ങൾ മാതൃകായോഗ്യരായി പിന്തുടരുന്ന പണ്ഡിതന്മാർ, അവർക്ക് ഖുർആൻ പറയുന്ന പേര് ഇമാം എന്നാണ്. അവരെ സംബന്ധിച്ച് ഇമാം ബുഖാരിയിൽ പറയുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദീനു അന്നസീഹ, ഇസ്ലാം ദീൻ നസീഹത്ത്. ഖാലൂ ലിമൻ, ആർക്ക് നസീഹത്ത്? ഖാല ലില്ലാഹി, അല്ലാഹുവിന്റെ നസീഹത്ത്.
അഥവാ അല്ലാഹുവിന് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കും. അവൻ മാത്രമാണ് സിദ്ധാവ്, അവൻ മാത്രമാണ് ഉടമസ്ഥനായ രാജാവ്, അവൻ മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനും ഉള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. അവൻ ഉള്ളതിന് തുടക്കം ഇല്ല, അവനെന്നും ഹയാത്തുള്ളവനാണ്. അവൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. അവനൊരിക്കലും നാശം സംഭവിക്കാത്തവനാണ്. അവൻ ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. എനിക്ക് കാണാൻ കണ്ണുകൾ, നിങ്ങളൊക്കെ കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. നിങ്ങൾ നോക്കേണ്ടത് പ്രസംഗിക്കുന്ന സ്ഥലത്തേക്കാണ്. വണ്ടി നോക്കേണ്ടതും വണ്ടി ഓടിക്കുന്നു നോക്കേണ്ടതും ഡ്രൈവറാണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കാണാൻ കണ്ണിന്റെ ആവശ്യം ഇല്ല. അല്ലാഹുവിന് കേൾക്കാൻ കാത് വേണ്ട, അല്ലാഹുവിന് പിടിക്കാൻ കൈ വേണ്ട, അല്ലാഹുവിന് പ്രവർത്തിക്കാൻ അവയവങ്ങൾ വേണ്ട. അല്ലാഹു ജല്ല ജലാലുഹു അവൻ സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. ഇന്നല്ലാഹ കാന വലം യകുൻ ശൈഅൻ. ഒരു വസ്തുവും ഇല്ലാത്ത സമയത്തും അല്ലാഹു ആകാശമില്ല, ഭൂമിയില്ല, അർശില്ല, കുർസിയില്ല, ലൗഹില്ല, ഖലമില്ല, ഒരു സൃഷ്ടിയുമില്ലാത്ത സമയത്തും അല്ലാഹു അവന് അന്നും സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല, ഇന്നും സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. അവൻ പലതിലെയും സൃഷ്ടിച്ചിട്ടുണ്ട്, അതിന് അവന് പല ഉദ്ദേശങ്ങളും. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖലഖൽ അർശ്, അല്ലാഹു തആല അർശിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇദ്ഹാറൻ ലിഖുദ്റതിഹി, അവന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ അർശിനെ പടച്ചത്. ലാ മകാനൻ ലിദാതിഹി, അവന്റെ ദാത്തിന് സ്ഥലം ഉണ്ടാകാൻ, അവന് ഇരിക്കാൻ, അവന് കിടക്കാൻ അങ്ങനെയൊന്നും അല്ല. അല്ലാഹുവിന് ഇരിക്കലും കിടക്കലും അങ്ങനത്തെ സൃഷ്ടികളുടെ ഔസാഫുകൾ, ഗുണങ്ങളൊന്നും അവനെ പറ്റി പറയാൻ പറ്റില്ല. ലാ മകാനൻ ലിദാതിഹി, അല്ലാഹുവിന്റെ ദാത്തിന് സ്ഥലമായിട്ടല്ല അർശിനെ പടച്ചത്. വീണ്ടും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് കാന, അല്ലാഹു ഉള്ളവനായിരുന്നു എപ്പോഴും, അല്ലാഹു ഇല്ലാത്ത ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. വലാ മകാന, അന്ന് ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അല്ലാഹു തആല ഉണ്ട്, സ്ഥലം ഇല്ല. വഹുവൽ ആന കമാ കാന, അവൻ ഇപ്പോഴും അന്നും എപ്പോഴും ഉള്ളവൻ തന്നെ. അവന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല, അവയവങ്ങളുടെ ആവശ്യം ഇല്ല. ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ, ഒന്നിലേക്കും ആശ്രയമില്ലാത്ത രാജാവ്, എല്ലാം അവനിലേക്ക് ആശ്രയിക്കുന്നു. അവന്റെ വിശേഷണങ്ങളെല്ലാം പരിശുദ്ധമാണ്, ഒരു ന്യൂനതയും ഇല്ല. ഹയ്യുൻ അലീമുൻ ഖാദിറുൻ മുരീദു സമീ ബസീറുൻ മഅസയുരീദു. ആരും കേൾപ്പിച്ചു കൊടുക്കാതെ തന്നെ അവൻ എന്നും കേൾക്കുന്നവനാണ്. ആരും കാണിച്ചു കൊടുക്കാതെ തന്നെ അവൻ സ്വന്തമായി കാണുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആരും കഴിവ് കൊടുക്കാതെ തന്നെ അവൻ സ്വയം എന്തിനും കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ ആരും ഉദ്ദേശിക്കുകയില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ആരെന്തുദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉദ്ദേശപ്രകാരമാണ്. എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അവന്റെ വകയിലാണ്. അഥവാ അവൻ കഴിവ് കൊടുത്തതുകൊണ്ടും തീരുമാനിച്ചതുകൊണ്ടുമാണ്. എല്ലാ നിലക്കും വ്യത്യസ്തനാണ് അല്ലാഹ്. അവനല്ലാതെ, ഉടമസ്ഥനല്ലാതെ ആരാധനക്കർഹനില്ല. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചതുപോലെ അതാരാധനക്കർഹരായി കുറെ വ്യക്തികളെയോ വസ്തുക്കളെയോ ആരെങ്കിലും വിശ്വസിച്ചാൽ
എന്നിട്ട് അവരിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ അല്ലാഹു നിശ്ചയിക്കാത്ത സഹായം കൊടുക്കാൻ ഇവിടെ ആർക്കാണ് അധികാരം? واتخذوا من دون الله آلهة لعلهم ينصرون. മുസ്ലിമീങ്ങൾ അവർക്ക് സഹായിക്കാൻ അല്ലാഹു തആല ധാരാളം മഹാന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്, സൈന്യങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്, ധാരാളം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് പകരം മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തു? സൂറത്ത് യാസീനിൽ എന്ന് പറഞ്ഞു, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായം കിട്ടാൻ വേണ്ടി അവർ ദൈവങ്ങളെ സ്ഥാപിച്ചു, സഹായത്തിന് വേണ്ടി അവർ ബഹുദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ അല്ലാഹയല്ലാത്ത ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു, പ്രഖ്യാപിച്ചു. ദൈവങ്ങളാണെന്ന നിലക്ക് പലതിനോടും അവർ സഹായം തേടി. ഒരിക്കലും മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ചെയ്യാൻ നിവൃത്തിയില്ല. അല്ലാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അവന് വകവെച്ചു കൊടുക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കണം. ഓ മുസ്ലിമീങ്ങളെ, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ലോറിയൊന്നും സാഹസിലുള്ളവർ തിരിഞ്ഞോക്കുന്നവർ എത്തിച്ചേരൂല. ലോറി ഓടിക്കുന്ന ഡ്രൈവർ തിരിഞ്ഞോക്കിയിട്ട് വണ്ടി ഓടിച്ചാൽ വണ്ടി എത്തുമോ? എത്തേണ്ട സ്ഥലത്ത് എത്തൂല. നിങ്ങൾ വന്നിരുന്ന കാര്യത്തിൽ നിങ്ങൾ എത്തൂല, അപ്പുറം തിരിഞ്ഞോക്കി. അബ്ദുൽ മലിക് മോഹൻ കുട്ടിക്കാലത്ത് പറഞ്ഞ വാക്കാണ് തിരിഞ്ഞു നോക്കുന്നവർ എത്തിച്ചേരൂല. ഓ സഹോദരന്മാരെ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായം ലഭിക്കാൻ വേണ്ടി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു അബൂജഹലും മറ്റും. ഇല്ല, ഒരിക്കലും മുസ്ലിമിനത് പറ്റില്ല, മുസ്ലിം ആവുകയില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കണം. അദ്ദീനു അന്നസിഹ ഖാലൂ ലിമൻ ഖാല ലില്ലാഹ്. അല്ലാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അവന് വകവെച്ചു കൊടുക്കണം. വലി റസൂലിഹി, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം നബി തങ്ങൾക്ക് വകവെച്ചു കൊടുക്കണം. അതാണ് ഇസ്ലാം ദീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കാത്തവൻ ഇസ്ലാം ദീനിലില്ല, അവൻ ദീനിന്റെ പുറത്താണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞേച്ച ആളാണ്. അല്ലാഹു സൃഷ്ടികളിലേക്ക് പറഞ്ഞേച്ച മധ്യവർത്തിയാണ്. അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ, അല്ലാഹുവിന്റെ നിയമങ്ങൾ അറിയിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ ആവശ്യമായ വിവരം നൽകാൻ, അങ്ങനെ ആവശ്യമുള്ളതെല്ലാം പഠിപ്പിക്കാൻ പോരാ. അതിന് മാത്രമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹം ചെയ്യാൻ, സർവ്വലോകത്തിനും അനുഗ്രഹം ലഭിക്കാൻ അല്ലാഹു പറഞ്ഞേച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ റെക്കമെൻഡ് വേണം. എന്തിന്? അടിമ ഉടമയോട് തെറ്റ് ചെയ്തു പോയാൽ ഉടമസ്ഥൻ അല്ലാഹുവാണ്, അടിമ മനുഷ്യനാണ്. ആ മനുഷ്യന് തെറ്റ് സംഭവിച്ചു പോയാൽ ഉടമസ്ഥൻ ക്രൂരനല്ല, ഉടമസ്ഥൻ അക്രമിയല്ല, ഉടമസ്ഥൻ അതാ ഭീകരനല്ല, അവൻ അർഹമുർ റഹീമീനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ള ഉടമസ്ഥനാണ്. അവന് അഫൂ എന്ന് പേരുണ്ട്, വിട്ടുവീഴ്ച ചെയ്യുന്നവനെന്നാണ് അതിനർത്ഥം. അവന് റഹ്മാൻ എന്ന് പേരുണ്ട്, റഹീം എന്ന് പേരുണ്ട്, കാരുണ്യമറിയിക്കുന്ന പേരുകളാണത്. അവന് ഗഫൂർ എന്ന് പേരുണ്ട്, ഗഫാർ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അവൻ മാപ്പ് കൊടുക്കുന്നവനാണവൻ, ധാരാളം പുറത്തു
ഖുൽ നബിയേ തങ്ങൾ പറയൂ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീആ. എത്ര തെറ്റ് ചെയ്തു പോയ പാപികളായ അടിമകളെ, എന്റെ അടിമകളെ, പാപം ചെയ്തു പോയ നിങ്ങൾ ആരും നിരാശരാകല്ലേ, ആരും നിരാശരാകല്ലേ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. അല്ലാഹുവിന്റെ റഹ്മത്ത് അത് വളരെ വിശാലമാണ്. നിങ്ങളെ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയാൽ ഏത് പാപവും ആ റബ്ബ് നിങ്ങൾക്ക് മാപ്പ് തരും. അങ്ങനെയുള്ള റബ്ബാണത് എന്ന് നമ്മളെ പഠിപ്പിച്ച ആ റബ്ബ് മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്. പക്ഷേ അവന്റെ റഹ്മത്ത് അവൻ ചൊരിക്കാൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ആലമീങ്ങൾക്ക് മുഴുവനും അനുഗ്രഹമായി അവൻ പറഞ്ഞേറ്റ അവന്റെ പ്രതിനിധിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്കും റഹീം എന്നൊരു പേരുണ്ട്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. സത്യവിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്യുന്ന നേതാവാണത്, റഹ്മത്ത് ചെയ്യുന്ന നേതാവാണത്, ദയ കാണിക്കുന്ന നേതാവാണത്. ആ സത്യവിശ്വാസികൾക്ക് അവിടുത്തെ റഹ്മത്ത് കിട്ടണം, അവിടുത്തെ ദയ കിട്ടണം. ആ ദയ പ്രകടമാകുന്ന സ്ഥലം എവിടെയാണ്? സത്യവിശ്വാസികളുടെ പാപം ഉടമസ്ഥനായ റബ്ബിനോട് അടിമ ചെയ്തു പോയ പാപം അതുടമസ്ഥൻ പൊറുത്തു കൊടുക്കണമെങ്കിൽ ശരിക്കും മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഉടമസ്ഥനായ റബ്ബിനോട് അടിമ ചെയ്തു പോയ പാപം അത് അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ പൊറുത്തു കൊടുക്കണമെങ്കിൽ ഉടമസ്ഥൻ പറയുകയാണ്, തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാരുടെ പാപം പൊറുക്കാൻ, ഈമാനുള്ള സ്ത്രീകളുടെ പാപം പൊറുക്കാൻ ഓ നബിയേ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ വിട്ടുകൊണ്ടൊരു ഇസ്ലാമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ വിട്ടുകൊണ്ടൊരു ഇസ്ലാമില്ല. ഇജ്മാ അംഗീകരിക്കാത്ത ഒരു ഇസ്ലാമില്ല. ഖിയാസിനെ തള്ളിക്കൊണ്ടൊരു ഇസ്ലാമില്ല. അഹ്ലുസുന്നയുടെ സന്ദേശം പ്രമാണബദ്ധമാണ്. നിങ്ങൾ ഓർക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നതാരാണ്? അല്ലാഹ് പറയുന്നത് ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അവരെ ദോഷം ഞാൻ പുറത്തു കൊടുക്കാൻ വേണ്ടി നബിയേ തങ്ങളെന്നോട് റെക്കമെൻഡ് ചെയ്യണേ. അവിടുത്തെ റഹ്മത്ത് റെക്കമെൻഡിലൂടെ ഒരുപാട് റഹ്മത്തുകൾ അവിടുന്ന് ലോകത്ത് ചൊരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു റഹ്മത്ത് അതവിടുത്തെ റെക്കമെൻഡിലൂടെയാണ്. ആർക്കാണ് റെക്കമെൻഡ്? ഈമാനുള്ള പുരുഷന്മാർക്ക്, ഈമാനുള്ള സ്ത്രീകൾക്ക് അവരുടെ പാപം പൊറുക്കാൻ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണേ നബിയേ. വസ്തഗ്ഫിർ ലിദംബിക, അങ്ങയുടെ കുടുംബത്തിന്റെ പാപം പൊറുക്കാനും തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. ഇമാം റാസി പറഞ്ഞ ഒരു തഫ്സീറാണ്. മറ്റൊരു തഫ്സീർ അങ്ങേക്ക് പാപം വരാതിരിക്കാൻ വേണ്ടി എന്നും തഫ്സീറുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ പാപം ഉടമസ്ഥൻ പൊറുക്കണമെങ്കിൽ പടച്ചവനതാ പറയുന്നു, നബിയേ അങ്ങയുടെ റെക്കമെൻഡ് വേണം. ഇനി നിങ്ങൾ നോക്കൂ, അതേ പരിശുദ്ധ ഖുർആൻ അതാ മുഅ്മിനീങ്ങളോട് പറയുന്നു, അതേ പാപം ചെയ്തവരോട് പറയുന്നു, വലൗ അന്നഹും ഇദ്ലമൂ അൻഫുസഹും ജാഊക, നബിയെ തെറ്റ് ചെയ്തു പോയവർ അങ്ങയെ സമീപിക്കണം.
തെറ്റ് ചെയ്തു പോയവര് ഡയറക്റ്റ് പഠിച്ചവനോട് മാത്രം പറഞ്ഞാൽ മതി എന്നല്ല ഖുർആൻ പറയുന്നത്. അവര് തെറ്റ് ചെയ്തു പോയെങ്കിൽ അവരങ്ങനെ സമീപിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിക്കണം. ഇപ്പോൾ നീട്ടി പറയാൻ സമയമല്ല, എല്ലാ വിഷയത്തിലും സീഡി വാങ്ങിയിട്ട് വിശദമായി കേൾക്കാം. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ച സീഡി ഉണ്ട്, തേവലക്കര സീഡി. അതിന്റെ പേര് ഖുർആൻ സ്വീകരിക്കുന്ന സുന്നി തൗറാത്ത് തള്ളിയ സലഫീനാണ്. നിങ്ങളിത് കേട്ടു നോക്കണം. അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഏകദേശ വിഷയവും ഞാൻ പ്രമാണബദ്ധമായി സംസാരിച്ചിട്ടുണ്ട്. ക്ലിപ്പ് വെച്ചുകൊണ്ടുള്ള പ്രസംഗമാണ്. അതുപോലെ നാദാപുരത്തിൽ 7ാം ഖണ്ഡനം 8ാം ഖണ്ഡനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 7ാം ഖണ്ഡനം ഇസ്തിഗാസയും ഇമാമുകളും അതിന്റെ ശേഷമുള്ള സീഡി എല്ലാ മുസ്ലിമീങ്ങളും കേട്ടു നോക്കണം. നമുക്ക് ഈമാൻ നിലനിൽക്കാനും വർദ്ധിക്കാനും വേണ്ടി ഇമാം സൈനുദ്ദീൻ മഖ്ദൂമുല്ലാഹി ഫതഹുൽ മുഈനിൽ ഇർശാദുൽ ഇബാദിന്റെ പരസ്യം പറഞ്ഞു. ഇബ്നു ഹജർ അസ്ഖലാനി മഹാനവറുകളിൽ ഏകദേശം കിതാബിന്റെയും പരസ്യം ചെയ്തിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ അദ്കാറിന്റെ പരസ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? അവർ പഠിപ്പിച്ചത് എല്ലാവരും കാണണമെന്ന് വിചാരിച്ചിട്ടാ. അതുപോലെ പ്രസംഗിച്ച എല്ലാ പ്രസംഗവും എല്ലാവരും കേൾക്കണമെന്ന് വിചാരിക്കണം മുസ്ലിയാർ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അല്ലാഹു പറയാണ്, അവർ തെറ്റി വന്നു പോയെങ്കിൽ തങ്ങളെ സമീപിക്കണം. തങ്ങളെ സമീപിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്കൊക്കെ അതിന്റെ അർത്ഥം അറിയാം. ഒരാള് എനിക്ക് നല്ല സുഖല്ല സാറേ, നെഞ്ഞെത്തുന്നൊരു വേദന, ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കണം എന്ന് അയാൾ മനസ്സിലാക്കി. സമീപിക്കണം എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. നല്ല ഡോക്ടറെ അടുത്ത് പോയി ടോക്കൺ എടുത്ത് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി റൂമ് കയറി കുറച്ചേരം അവിടെ നിന്ന് മൂപ്പർ അങ്ങനെ തന്നെ മരുന്ന് കിട്ടുന്നു. എന്നാ നിങ്ങൾ അയാളെ പറ്റി എന്താ മനസ്സിലാക്കുക? പറ്റി മനസ്സിലാക്കുക. അയാൾക്ക് തീരെ ബുദ്ധിയില്ലാതെ മനസ്സിലാക്കുക. അപ്പൊ അയാൾ നിങ്ങൾ ഡോക്ടറോട് വിവരമൊക്കെ പറഞ്ഞില്ലേ, മരുന്ന് തന്നില്ലേ? ഇയാള് ഞാൻ വിവരമൊന്നും പറഞ്ഞില്ല, ഉസ്താദ് എന്നോട് ഡോക്ടറെ സമീപിക്കണമെന്നല്ലേ പറഞ്ഞു. ഞാൻ സമീപിച്ചിട്ടുണ്ട്, ഞാൻ വിവരമൊന്നും പറഞ്ഞില്ല, ഞാനൊരു പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അയാളോട് പറഞ്ഞു നിങ്ങൾ വേറൊരാളെയും കൂട്ടിയിട്ട് വേറൊരു ഡോക്ടറെ സമീപിക്കണം. അതേത് ഡോക്ടറെയാണ്? മാനസിക രോഗത്തിന്റെ ഡോക്ടറെയാണ്. കാരണം ഇയാൾക്ക് സമീപിക്കണമെന്ന് പറഞ്ഞില്ല അർത്ഥം. ഇതുപോലെ ആയിപ്പോകാൻ പാടില്ല. ഖുർആൻ മനസ്സിലാക്കുമ്പോ തങ്ങളെ സമീപിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ഇബ്നു കസീർ നോക്കിയാൽ കാണാം. എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും. നബിയേ, ഞങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരാൻ വേണ്ടി അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് നബിയോട് അപേക്ഷിക്കാനാണ് സമീപിക്കണമെന്ന് പറഞ്ഞത്. അല്ല വെറുതെ പോയിട്ടിങ് പറഞ്ഞോന്നല്ല. അങ്ങനെ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക്. ദോഷം ചെയ്തു പോയ പാപികളായ നമ്മളോട് ഖുർആൻ നിർദ്ദേശിക്കുന്നു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നബി തങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കലാണ് ഇസ്ലാം. ഖുർആൻ പഠിപ്പിച്ച സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഒരു റസൂലിഹി, അവിടുന്ന് പഠിപ്പിച്ചത് അംഗീകരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ അതൊന്നുകൂടി വിശദീകരിക്കും. പിന്നെ വലിയ ഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഇമാമിങ്ങൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതെന്താണ്? ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം നബവി റഹിമഹുല്ലാഹ് ശറഹ് മുസ്ലിമിൽ അങ്ങനെ തുടങ്ങി അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാം തഖ്ലീദുഹും ഫിൽ അഹ്കാം. ഇമാമിങ്ങൾ പറഞ്ഞ തീരുമാനങ്ങൾ വിശ്വസിച്ചംഗീകരിക്കണം. ഇമാമിങ്ങൾ പറഞ്ഞ വിധികൾ അംഗീകരിക്കണം. അതാണ് പരിശുദ്ധ ദീൻ. വഅമ്മതിഹിം, സാധാരണക്കാർക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം.
സാധാരണക്കാരോട് ദേഷ്യം പിടിക്കാൻ പാടില്ല, സാധാരണക്കാരെ ചതിക്കാൻ പാടില്ല, സാധാരണക്കാരെ തള്ളിക്കളയാൻ പാടില്ല. സാധാരണക്കാർ ഒരാൾ അറിവില്ലാത്തത് കൊണ്ട് എപ്പോഴോ ഒരിക്കലും ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ വള്ളിയിൽ കയറിപ്പോയി, അല്ലെങ്കിൽ ഏതോ ഒരു മുജാഹിദിന്റെ വള്ളിയിൽ കയറിപ്പോയി, അതുകൊണ്ട് അവനെയൊക്കെ ചതിച്ച് അവനൊക്കെ കാഫറായി പോയി എന്ന് പറയാൻ പാടില്ല. മറിച്ച് അത്തരത്തിലുള്ള ആളുകളെ വിളിച്ച് അഹ്ലുസുന്ന എന്താണ്, അതിന്റെ സന്ദേശം എന്താണ്, അതിന്റെ പ്രമാണം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് പണ്ഡിതന്മാർ. രോഗിയോട് ദേഷ്യം പിടിക്കലല്ല, ദേഷ്യം പിടിക്കേണ്ടത് രോഗാണുക്കളോടാണ്. രോഗാണുക്കൾ ഈ രോഗം പരത്തുന്ന സാധനങ്ങൾ, അതിനോട് ദേഷ്യം പിടിക്കണം. നേരെ മറിച്ച് രോഗിയോട് ദേഷ്യം പിടിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് ആരോഗ്യം കുറഞ്ഞുപോയി, അദ്ദേഹത്തിന് ചികിത്സിക്കുമ്പോൾ വളരെ സൗമ്യമായി പുഞ്ചിരിച്ച് മരുന്ന് കൊടുക്കണം. ചിലപ്പോ സൂചി വെക്കേണ്ടി വരും. സൂചി വെക്കുമ്പോ ഭീഷണിപ്പെടുത്തരുത്, എടാ ഈ സൂചി കൊണ്ട് ഒരു കുത്തു തരുമെന്നൊന്നും പറയാം. പിന്നെ വളരെ പരപ്പ് ഒരു ചെറിയ സൂചി വെച്ചൂടെ എന്ന് വേണമെങ്കിലും അങ്ങോട്ട് ചോദിച്ചേക്കണം. സൂചി വണ്ടല്ല ചെയ്ത എന്നാലും പറയാൻ ഒന്നും കൂടി ചെന്നു. എന്നിട്ട് സൂചി വെക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ പരിച്ചു മുക്കി ആദ്യം ഒന്ന് തടകിയിട്ട് എന്നോട് ഒരു വെറുപ്പില്ലാന്നല്ലോ ആദ്യം ബോധ്യപ്പെട്ടു. അതിന്റെ ശേഷം മെല്ലെ സൂചി വെക്കുമ്പോ തന്നെ വേദന അറിയാതിരിക്കാൻ വേണ്ടി മക്കൾ എത്ര ഉണ്ടായിരുന്നു, വിസണ്ടോ, നാട്ടിലെപ്പാ വന്നൊക്കെ ചോദിക്കണം. അങ്ങനെയാണ് ഒരു ഡോക്ടർ ചികിത്സിക്കേണ്ടത്. ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ അയാളെ പെങ്ങളാണെന്ന് എന്റെ ഓർമ്മ പറഞ്ഞത്, ഒരു പെൺകുട്ടി ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്, പ്രസവിച്ച് കാലിനും കഴിച്ചും ചലനില്ല, അല്ലാഹു തആല കുട്ടിക്ക് ആരോഗ്യം കൊടുക്കും. ഡോക്ടർ പറയുന്നു ഈ കാലിനും കഴിച്ചും ചലനമില്ലാത്ത കുട്ടീനെ നിങ്ങളെന്താ ചെയ്യാ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അപ്പൊ ഈ ഡോക്ടറെ മനസ്സിന്റെ ഉള്ളിലുള്ള ഞാൻ കൊന്നാളിലൂടെയാണ്. ഞാൻ ചോദിച്ചു, അവൻ എന്ത് അവിശ്വാസിയാണ്, എന്ത് നന്ദി കെട്ടവനാണ് ആ ഡോക്ടർ എന്ന് ചോദിച്ചു. കാരണം ഒരു കുട്ടിക്ക് കയ്യിലും കാലിലും ആഫിയത്തില്ലാത്തതുകൊണ്ട് ആ കുട്ടിനെ കൊല്ലണമെന്നാണോ ഈ ഡോക്ടർ നിർദ്ദേശിക്കേണ്ടത്? അങ്ങനെയാണ് ഈ ഡോക്ടർ തന്നെ, ഞാൻ അവരോട് ഈ ഡോക്ടർ തന്നെ അടുത്ത നിമിഷത്തിൽ കയ്യും കാലും അങ്ങോട്ട് കുഴഞ്ഞു പോയാൽ, അല്ലെ അപകടത്തിൽ പറ്റിയിട്ടങ്ങ് മുറിഞ്ഞു പോയാൽ ഈ ഡോക്ടറെ വെടിവെക്കാൻ വേണ്ട. കാരണം കുട്ടിയാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, വലിയവനെ കൊണ്ടല്ലേ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുട്ടിയാകുമ്പോൾ ഏതാൾക്ക് എടുത്തു നടക്കുകയൊക്കെ ചെയ്യാം. ഇവനെ ഈ ഡോക്ടറെ കാണും കയ്യും കാലും കുഴഞ്ഞു പോയാൽ അവൻ എടുത്തുകൊണ്ടോണേ നാലാളും, അപ്പൊ അവനെ ആദ്യം വെടിവെക്കട്ടെ. ഇങ്ങനത്തെ ചില വിവരം കെട്ട മനുഷ്യന്മാരുണ്ട്, അതെല്ലാ കൂട്ടത്തിലുണ്ടാവും. ഡോക്ടർമാരാർക്കെങ്കിലും പ്രശ്നത്തിന്റെ വെറുപ്പിടിക്കേണ്ട മൂലന്മാരുടെ കൂട്ടത്തിലും വിവരം കെട്ടവരുണ്ടായിക്കൂടാന്നൊന്നുമില്ല. ഈ എല്ലാവരുടെ കൂട്ടത്തിലുണ്ട് വിവരം കെട്ട. അതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും ഉത്തരവാദികളാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ഡോക്ടർക്കൊരിക്കലും രോഗിയോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർക്ക് സാധാരണക്കാരോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. അവർക്ക് എന്താണ് ഇസ്ലാമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മാതൃക കാണിച്ചു കൊടുക്കണം. അതാണ് പണ്ഡിതന്മാരെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ മഹാനായ പാണക്കാട് പൊക്കോയത്തങ്ങൾ നവറല്ലാഹു മർഖദഹു, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തുടങ്ങിയ കേരളത്തിൽ അറിയപ്പെട്ട സാദാത്തുക്കളും ആലിമീങ്ങളും നേതൃത്വം കൊടുത്ത സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിന്റെ മുഖമൂലകളിൽ 600 സമ്മേളനങ്ങൾ നടത്തുന്നത് ആരെയും ശിക്ഷ പറയാനല്ല, തെറി പറയാനല്ല, അഹ്ലുസുന്ന സന്ദേശം പ്രമാണം പഠിപ്പിക്കാനാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, സാധാരണക്കാർക്ക് അവർക്കർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അതാണ് ദീൻ. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇമാമിങ്ങളെ അവലംബിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു കാര്യം പറയാൻ പറ്റൂ. എനിക്ക് മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ വിഷയം മറന്നുപോയി. ഇമാമിങ്ങളില്ലാതെ മുത്തഖിയായി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവജാലിനാലിൽ മുത്തഖീന ഇമാമാണ് ദ്വാരക്കുന്നത് മഹാന്മാര്. മുത്തഖീങ്ങൾക്ക് ഇമാമിങ്ങളില്ല, ഞാൻ മുത്തഖിയാവും. മുത്തഖീങ്ങൾക്കേ ഖുർആൻ കൊണ്ട് ഫലം കിട്ടുള്ളൂ. മുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ സ്വർഗ്ഗത്തിൽ കടക്കുള്ളൂ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, എല്ലാം ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ മുത്തഖീങ്ങൾക്ക് ഇമാമ്
അപ്പൊ എന്നോടൊരു ചോദ്യം, എന്താ ചോദ്യം? നിങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൊടുക്കുന്ന രാജാവ്, എല്ലാറ്റിന്റെയും താക്കോൽ കയ്യിൽ കിട്ടിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഏറ്റവും വലിയ മധ്യവർത്തി. അതിന് ഏത് ഇമാമാ പറഞ്ഞത്? എത്ര ഇമാമിങ്ങളാ അത് പറഞ്ഞത്? ഒന്നുണ്ട്. നമ്മൾ എപ്പോഴും ചൊല്ലുന്ന അങ്ങനെ ചൊല്ലിയാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു ഒരാൾ. ഷാർജയിൽ ടിക്കറ്റ് വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാനതിന് മൂവാറ്റുപുഴ 2 ദിവസം മുമ്പ് അതിന് 100 തെളിവ് തെളിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് സീഡി ഇറക്കുമ്പോൾ നിങ്ങൾ കേട്ടു. ഇപ്പൊ അതിൽ കർക്കില്ല. പക്ഷേ അതിമാം ബൂസിരി തങ്ങൾ പറഞ്ഞതാണെങ്കിൽ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് തന്നെ അവിടുത്തെ കിതാബ് റിസാലയിൽ തന്നെ പറഞ്ഞില്ലേ, ഫലം തുംസി ബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹവ്വൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. ദുനിയാവിലും ദീനിലും എവിടെ എപ്പോൾ എത്ര എങ്ങനെ ആർക്ക് എന്ത് നന്മകൾ ലഭിക്കുന്നുണ്ടോ, ഏത് മുസീബത്ത് തടുത്തു പോകുന്നുണ്ടോ, എല്ലാറ്റിനും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ബുഖാരി മറിച്ചു നോക്കൂ. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്നമാ അന ഖാസിബുൻ വല്ലാഹു യുഖീ. ഇന്നമാ അന ഖാസിബുൻ, ഞാൻ നിശ്ചയം വിതരണം ചെയ്യുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ വിതരണം ചെയ്യുന്ന വ്യക്തിയാണ്. എന്ത് വിതരണം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നില്ല, കാരണം എല്ലാ നന്മയും വിതരണം നബി തങ്ങൾ മുഖേനയാണ്. എന്നാൽ കൊടുക്കുന്ന രാജാവ് ആരാണ്? വല്ലാഹു യുതീ, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. കൊടുക്കുന്ന രാജാവ് ഉടമസ്ഥനാണ്, ഉടമസ്ഥനെ കൊടുക്കാൻ അധികാരമുള്ളൂ. പക്ഷേ വിതരണം ചെയ്യുന്ന മധ്യവർത്തിയായ നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഓ മുസ്ലിമീങ്ങളെ, അപ്പോൾ എല്ലാ നന്മയുടെയും നിമിത്തമായ ബുഖാരിയിലെ ഹദീസ് കൊണ്ടും പരിശുദ്ധ ഖുർആൻ കൊണ്ടും ശഫീ ഇമാം തങ്ങളുടെ വാചകം കൊണ്ടും ഇമാം ബൂസിരിയുടെ ബുർദ കൊണ്ടും എല്ലാം നമ്മൾ സ്ഥിരപ്പെടുത്തിയത് എന്താണ്? എല്ലാ നന്മയുടെയും നിമിത്തം, എല്ലാ വിഷയത്തിന്റെയും സർവ നന്മയുടെയും മധ്യവർത്തി, സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും ഇടയിലുള്ള മധ്യവർത്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആശയം, അവിടുന്ന് പഠിപ്പിച്ച നടപടിക്രമം, അതിന്റെ പേരാണ് സുന്നത്ത്. അഹ്ലുസ് സുന്നഹ്, അതിന്റെ പേരാണ് സുന്നത്ത്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു, ലൈസ ദക്കറു കൽ ഉൻസ, പുരുഷൻ സ്ത്രീയെ പോലെയല്ല. ഖുർആനിൽ ആയത്ത്. അത് ശരിയായ പ്രകൃതിയോട് യോജിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കാണുന്നില്ലേ, പൂവൻ കോഴി, പടക്കോഴി, ഇങ്ങനെ 2 സൈസ് കോഴി. കോഴിക്ക് കുറച്ചൊക്കെ വിവരം. അതുകൊണ്ടാണ് പൂവൻ കോഴി ഉയരമുള്ള സ്ഥലത്ത് കയറിയിട്ട് ഉറക്ക ബാങ്ക്, ഉറക്ക കൂകും. അത് അതിന്റെ ബാങ്ക, അതിന്റെ ദിക്റാണ്. അത് മലക്കിനെ കണ്ടാൽ ശ്രദ്ധിക്കുന്നു വരെ ഹദീസിലും. അപ്പോൾ പൂവൻ കോഴി
ഉറക്കെ ശബ്ദിക്കുന്നു ബാങ്ക് കൊടുക്കുന്ന മാതിരി. അത് ഉയരമുള്ള സ്ഥലത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ഉയരമുള്ള സ്ഥലത്ത് കയറിക്കൽ സുന്നത്തില്ല. പൂങ്കോഴി ചിലപ്പോൾ ഉയരമുള്ള സ്ഥലത്ത് കയറിയിട്ടാണ് അതേ സമയത്ത് പെടക്കോഴി ഖുർആൻ തഫ്സീറൊന്നും ഓതിയിട്ടില്ലെങ്കിലും പെടക്കോഴിക്ക് വിവരം, പെടക്കോഴിക്ക് അറിയാം ആണിനെ പോലെ ഞാൻ ശബ്ദിക്കാൻ പാടില്ല. അതുകൊണ്ട് പെടക്കോഴികളും അന്ന് കൂകൂല. പെടക്കോഴികൾ പതുക്കെ നിൽക്കുകയുള്ളൂ, ബാങ്ക് കൊടുക്കൂല. പതുക്കുള്ള നിൽക്കൽ പെടക്കോഴിയും അത് ഏറ്റവും കൂടുതൽ ചൊല്ലുക മുട്ടയിടാൻ പോകുന്ന കോഴി മുട്ടയിടാൻ പോകുന്ന സമയത്താണ്. കാരണം ഗർഭിണികളാണ് കൂടുതൽ നിക്രിയല്ലുണ്ടെന്ന് പഠിപ്പിക്കാൻ. ഫത്ഹുൽ മുഈനിലുണ്ടല്ലോ ഗർഭിണികൾ ധാരാളം ദിക്ർ ചൊല്ലണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ദുആഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. കായക്കൊടിയിലുള്ള ഒരു അടിയാരി എന്റെ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ മകള് ഗർഭിണിയായി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർമാര് പറഞ്ഞു തല തിരിച്ചാണ് കുട്ടിയുള്ളത്. അതുകൊണ്ട് വലിയ ബേജാറാണ്. അയാൾ എന്റെ അടുത്ത് വന്ന് കുട്ടിയാരി സിറാജുലിലേക്ക് ഒരു കഴിയും നടത്തിയാക്കി എന്നോട് സങ്കടം പറഞ്ഞപ്പോ ഞാൻ ദുആഉൽ കർബ് എഴുതി കൊടുത്തിട്ടുണ്ടായി. കാരണം ഫത്ഹുൽ മുഈനിലുണ്ടല്ലോ ദുആഉൽ കർബ് എന്നാണ്. അതിന്റെ പുറമെ എന്റെ വന്യരായ ഉസ്താദ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുത്തു. ഉസ്താദ് എനിക്ക് സമ്മതം തന്നിട്ടുണ്ട് യാ മുഖബ്ബിർ എന്ന ദിക്ർ 111 പ്രാവശ്യം ഗർഭിണികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. ഉസ്താദ് അവർക്ക് പലർക്കും ഇല്ലാത്ത ഒരുപാട് ഇജാസത്തുകൾ ഉണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അത് മറ്റു പലർക്കും അല്ലാഹു തആല കൊടുക്കാത്ത നിഅമത്താണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർഫാക്കപ്പെട്ട മുടി വരെ കൃത്യമായ സനദോടുകൂടി ഉസ്താദുകളുടെ കൈവശത്തിൽ അല്ലാഹു എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊണ്ടതിനാൽ അല്ലാഹു കൊടുത്ത നിഅമത്താണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. യാ മുഖബ്ബിർ എന്ന ദിക്ർ 111 കൊല്ലാൻ ഞാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് ആ പെൺകുട്ടി സുഖസുന്ദരമായി പ്രസവിച്ചിട്ട് വരുമ്പോ അവര് ആശുപത്രിയിൽ വരുമ്പോ ആദ്യം ഒരു കരിയും സിറാജുകൾ എടുത്ത് തന്നിട്ടാണ് മടങ്ങിപ്പോയത്. ആദ്യം മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി. മരിച്ചത് പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഗർഭിണികളായ സ്ത്രീകൾ അവര് ദിക്ർ വർദ്ധിപ്പിക്കണം. അത് വളരെ ആവശ്യമാണ്. പക്ഷേ പതുക്കെ പെടക്കോഴികൾ മുട്ടയിടാൻ പോകുമ്പോ പതുക്കെ ദിക്ർ ധാരാളം പൂങ്കോഴിയെ പോലെ ശബ്ദിക്കൂല. ഇപ്പൊ ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങളെ ആക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടൻ. മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ മുസ്ലിം വനിതകൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞു, ഒരിക്കലും യുവതികളായ സ്ത്രീകൾ രംഗത്തിറങ്ങി മതപ്രബോധന പ്രവർത്തനം നടത്താൻ പാടില്ല. പക്ഷെ മൗദൂദിയെയും തള്ളി. കാരണം പരിഷ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരത്തെ തന്നെ തള്ളി. ഇപ്പൊ മൗദൂദിനെയും തള്ളി. അങ്ങനെയല്ല ഇസ്ലാം. നിങ്ങൾ നോക്കൂ, കോഴിക്ക് വരെ അറിയാം ആണും പെണ്ണും ഒരുപോലെയല്ല. എല്ലാവർക്കും കോഴി പൂവൻകോഴിയെ പോലെ പെടക്കോഴി സംഭവിക്കില്ല. ഇനി നിങ്ങൾ നോക്കൂ, അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ. ഇതറിയുന്നത് കൊണ്ടാണ് മഹാനായ മർഹൂം കഞ്ഞിത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദഹു, മർഹൂം ഈഗ ഉസ്താദ് നവറല്ലാഹു മർഖദഹു, മർഹൂം കോട്ടുമല ഉസ്താദ് നവറല്ലാഹു മർഖദഹു, ഓക്കെ ഉസ്താദ് നവറല്ലാഹു മർഖദഹു, പാണക്കാട് ബുക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു, വാഫഖ് തങ്ങൾ നവറല്ലാഹു മർഖദഹു തുടങ്ങിയിട്ട് ഈ അടുത്ത് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ സയ്യിദ് മുഹമ്മദ് ബിൻ ശിഹാബ് തങ്ങൾ അല്ലാഹു എല്ലാവരും ഖബറും സന്തോഷത്തിലാക്കട്ടെ. അങ്ങനത്തെ സയ്യിദന്മാർ, വഫാത്തായി പോയ വലിയ വലിയ ആരിഫീങ്ങളും അതിനു മുമ്പ് കഴിഞ്ഞു പോയ സാലിഹീങ്ങളും ഓരോറ്റ മഹാന്മാരും സഹോദരന്മാരെ അവരുടെ ഭാര്യമാരെയോ അവരുടെ മക്കളെയോ അവരുടെ പെങ്ങന്മാരെയോ ഉമ്മയെയോ ഒരു പള്ളിയിലും ജമാഅത്തിനും പറഞ്ഞിട്ടില്ല. കാരണം കണ്ണിയത്ത് ഉസ്താദിന് ഇവരെ ഉള്ളത് കൊണ്ടാണ്, ഇല്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ
എല്ലാവരെക്കാളും വിവരമുള്ള ഇമാമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലഖദ് കാന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഉ മിൻ ബനാതിഹി വഅസ്വാജിഹി വമൗലയാതിഹി വഖദമി അഹ്ലി ബൈതിഹി ഫമാ അലിമതു മിൻഹുന്ന ഇംറാഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് ഭാര്യമാര്, പെൺകുട്ടികൾ തുടങ്ങി ഒരുപാട് സ്ത്രീകൾ അവിടെ ഉണ്ടായിട്ട് ഒരു ജമാഅത്തിലും പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായി ഞാൻ പരിശോധിച്ചിട്ട് കാണുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറ്. ശരിക്കും മനസ്സിലാക്കാം, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറ്. എവിടുന്ന ഇത് പറയുന്നത്? 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന മദീനത്തെ പള്ളി, ആ പള്ളിയിൽ വന്ന് ഭാര്യയും മക്കളും നിസ്കരിക്കണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്നിനതിനേക്കാൾ കൂലി കിട്ടുന്ന മസ്ജിദുൽ ഹറാം, അവിടെ വന്ന് സ്ത്രീകൾ നിസ്കരിക്കണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ ചിലർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മതം പറ്റൂല. അവർ യോഗം ചേർന്നുണ്ടാക്കുന്ന മതം വേണം. യോഗം ചേർന്ന് പാസാക്കി പെണ്ണുങ്ങളൊക്കെ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരന്മാരെ, ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. ഒരിക്കലും തന്നെ പെണ്ണ് പള്ളിയിൽ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസുമില്ല, ആയത്തുമില്ല, ഒരു ഇമാമിന്റെ പ്രസ്താവനയുമില്ല. പക്ഷേ അന്ത്യനാളിന്റെ ലക്ഷണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും. നിങ്ങളുടെ മുൻഗാമികളുടെ നടപടിക്രമങ്ങളെ നിങ്ങൾ പിന്തുടരുന്നൊരു കാലം വരും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സിബ്റൻ ബിസിബിരിൻ ദിറാഅൻ ബിദിറാഇൻ. സിബ്റൻ ബിസിബിരിൻ, ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ സഹാബത്തിന്റെ ചോദ്യം, അൽ യഹൂദ വൻ നസാറ, യഹൂദികളെയും നസ്രാനികളെയും ഞങ്ങളെ ഉമ്മത്തിൽ പലരും തുടരുമെന്നാണോ നബിയെ തങ്ങൾ പറയുന്നത്? എല്ലാവരും അതിൽ പെട്ടുപോകൂല. അത് വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസാലു ത്വൈഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ഹത്താ യതീഹും അംറുസാ. ഖിയാമത്ത് വരെ ഈ സമുദായത്തിലെ ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ വിജയിച്ചു നിൽക്കും, വെളിവായി നിൽക്കും. അതാരാണ്? വഹും അഹ്ലുൽ ഇൽമി, അത് ഇൽമുള്ള മഹാന്മാരെ പിന്തുടരുന്നവരാണ്. ഇൽമുള്ള മഹാന്മാരാണ്. ഇമാം ബുഖാരി അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇമാമിങ്ങളെ പിന്തുടർന്നവർ പിഴക്കൂല. അല്ലാത്തവർ യഹൂദികളുടെയും ക്രിസ്ത്യാനികളെയും മാർഗത്തിലേക്ക് തെറ്റിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ആ തെറ്റിയ കക്ഷികൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവന, സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറ്. അവരെ പ്രസ്താവനയോ പള്ളിയിലേക്ക് പോകലാണ് ഖൈറ്. ഇത് ശുദ്ധമായ കളവല്ലേ സഹോദരന്മാരെ? ഇസ്ലാം ദീനിന്റെ പേരിൽ കളവല്ലേ? അല്ലാഹു പറയുന്നു, ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹി വഉലൈക ഹുമുൽ കാദിബൂൻ. കളവ് പറഞ്ഞുണ്ടാക്കുന്നവർ ഈമാനുള്ളവരല്ല. അല്ലാഹുവിന്റെ ആയത്തുകൾ വിശ്വസിക്കുന്നവന് കളവ് പറയാൻ കഴിയില്ല. വീണ്ടും റബ്ബ് പറയുന്നു, വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. ഇത് ഹലാലാണ്, അത് ഹറാമാണ് എന്നിങ്ങനെ നിങ്ങളെ നാവ് കൊണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ പറയാൻ പാടില്ല. ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ, അള്ളാന്റെ പേരിൽ കള്ളം പറയാൻ പാടില്ല. പടച്ചവന്റെ ദീൻ അള്ളാന്റെ ദീൻ, അള്ളാന്റെ മതമാണ്, അവന്റെ നിയമമാണ്. അവിടെ നിങ്ങളെ വകയിൽ കള്ളം പറയാൻ പാടില്ല.
ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. നബിയേ, അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നവർ വിജയിക്കൂല നബിയേ. മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം. കുറച്ചു കാലം ദുനിയാവിൽ അവർക്ക് സുഖിച്ച് ജീവിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ അവർക്ക് കഠിനമായ വേദനിക്കപ്പെടുന്ന ശിക്ഷയുണ്ട് നബിയേ. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയാൻ പറ്റുമോ സഹോദരന്മാരെ? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കക്ഷികൾ ആരാണ്? അത് യഹൂദികളാണ്, നസ്രാനികളാണ്. യഹൂദി നസ്രാനികളിലെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരുടെ ചര്യ പിന്തുടരുന്നൊരു കൂട്ടം ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ വിഭാഗം നബി തങ്ങളുടെ പ്രസ്താവന അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അവരെ നേതാക്കന്മാരെ പ്രസ്താവന കൊടുക്കുകയാണ്. എല്ലാ സ്ത്രീകളും പള്ളിയിലേക്ക് പോകണേ, ജുമഅക്ക് പങ്കെടുക്കണേ, ജമാഅത്തിന് പങ്കെടുക്കണേ. റസൂലുള്ളാഹിക്കെതിരെ പുതിയ നിയമം. ഈമാൻ ലഭിക്കുമോ ഇല്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബിയെ, തങ്ങളൊരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനം മനക്ലേശമില്ലാതെ 100% അംഗീകരിക്കാത്ത കാലത്തോളം ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. തങ്ങളെ തീരുമാനം അംഗീകരിക്കാത്തവർ മുഅ്മിനീങ്ങളാകൂല, സത്യവിശ്വാസിയാകൂല, ഈമാനോടെ മരിക്കൂല. ഇത് പേരോടിന്റെ പ്രസ്താവനയല്ല, എന്റെ വന്യഗുരു കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയല്ല, മർഹൂം കെ ഉസ്താദിന്റെ പ്രസ്താവനയല്ല, മർഹൂം കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രസ്താവനയല്ല, പാണക്കാട് പോയ തങ്ങളുടെ പ്രസ്താവനയല്ല. ഓ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഖുർആൻ വ്യക്തമായി സത്യം ചെയ്ത് പറയുന്നു. സത്യം റബ്ബിനെ തന്നെയാണ് സത്യം. അതാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം മനക്ലേശമില്ലാതെ അംഗീകരിക്കണം. മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തവന് ഈമാനില്ല. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, വബയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാ ഖൈർ. ആ ഹദീസ് സഹീഹാണെന്ന് പറയാത്ത ഒരൊറ്റ സലഫി പണ്ഡിതനുണ്ട്. നാസിറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട്, ഇബ്നു തൈമിയ്യ മുത്തഫഖുൻ അലൈഹി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആർക്കും ഉണ്ടാക്കിയില്ല. പിന്നെ സുബ്ഹാനല്ലാഹ് എല്ലാവരും പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഹദീസ് സ്വീകരിച്ചില്ല? ഹദീസൊക്കൊന്നില്ല. കാരണം അത് സ്വീകരിച്ചാൽ യുക്തിവാദികളെ തൃപ്തിപ്പെടുത്താനാവില്ല, ചിലപ്പോ നിരീശ്വരവാദികളെ തൃപ്തിപ്പെടുത്താനാവില്ല, അങ്ങനത്തെ ഭൗതികന്മാരെ തൃപ്തിപ്പെടുത്താനാവില്ല. അല്ലാഹു വറസൂലുഹു അഹഖു അൻ യുറൂഹു. അല്ലാഹുവിനെയും റസൂലിനെയുമാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. പൊരുത്തം വാങ്ങേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്. അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തമാണ്. യുക്തിവാദിയുടെ പൊരുത്തമല്ല, നിരീശ്വരവാദിയുടെ പൊരുത്തമല്ല, മതവിരോധിയുടെ പൊരുത്തമല്ല. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പൊരുത്തം വാങ്ങണം. അങ്ങനെയാ ഖുർആൻ. ഓ സഹോദരന്മാരെ, ഇനി ഞാൻ വേറൊരു ഉദാഹരണം. നിങ്ങൾ ഇവിടെ കൂടുതൽ പറയാൻ സമയമില്ല. ഞാൻ സാമ്പിളിന് 1-2 മാത്രമേ നിങ്ങൾ ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ അല്ലാഹുവിന്റെ ദീൻ? അതിനപ്പുറം വല്ലതീനും ഉണ്ടോ? എന്നാൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? മഖ്ബറകൾക്ക് ബഹുമാനം. മഖ്ബറകൾക്ക് ബഹുമാനം. ഖബറിന്റെ അടുക്കൽ വെച്ച് ചെയ്യുന്ന ദുആക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. ശരിക്കും മനസ്സിലാക്കി.
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയോട് ചേർന്നുള്ള വീട്ടിൽ താമസിച്ചു. മദീനത്തെ പള്ളി ഒന്നിന് 1,00,000 മേരട്ടി കൂലി കിട്ടുന്ന വലിയ ബഹുമാനമുള്ള പള്ളിയാണെന്നതിൽ തർക്കമില്ല. എന്നാൽ സഹോദരന്മാരെ, ആ പള്ളിയിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബറയിലേക്ക് പോയിട്ട് അവിടുന്ന് ദ്വാരക്കുന്നു. അവിടുന്ന് മഖ്ബറയിൽ ഖബറിന്റെ എന്താ കാരണം? അവിടുന്ന് പഠിപ്പിച്ചു, അൽ ഖബ്റു റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. മഹാന്മാരെ ഖബർ സ്വർഗത്തോട്ടമാണ് എന്ന് പറഞ്ഞു. ഉമർ മൗലവി പറഞ്ഞു, ജാറത്തിൽ ലഅനത്തിറങ്ങൂ. അത് ഞാൻ നിലമ്പൂരിന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂരിന്ന് കേൾപ്പിക്കാൻ കാരണോ, ഉമർ മൗലവി അതിന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞു, ജാറം പൊളിച്ചാൽ മലക്കുകൾ സഹായിക്കുന്നു. അപ്പോഴെന്തായി അറിയോ, ഈ നാടുകാണി എന്ന സ്ഥലത്ത് ഒരു ജാറുണ്ട്. 4 മുജാഹിദിന്റെ മൗലവിമാരും ഉമർ മൗലവി പറഞ്ഞേ വിശ്വസിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു, ജാറം പൊളിക്കാൻ മലക്കുകൾ സഹായിക്കും. അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോ പോലീസ് ജീപ്പ്. അപ്പൊ ഇവർ 4 ആളും ഖബർ കൊള്ളത്തിട്ട് പോലീസ് ജീപ്പ് കുറെ അങ്ങോട്ടെത്തിയപ്പോ SI പറഞ്ഞു, തിരിക്കടാ പണി. എന്തേ? ആ 4 ആളും പാതിരാ സമയത്ത് പ്രാർത്ഥിക്കുന്ന കമ്പനിയാണ് തോന്നുന്നില്ലല്ലോ. അതെന്താ? 4 ആളും തലമർത്തില്ല. SI തിരിച്ചു നോക്കുമ്പോ ഇവർ ഖബർ പൊളിക്കല്ലേ, 4 ആളെ പിടിച്ച് വണ്ടി കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആ 4 ആളെ ചിത്രമാണ് മലയാളം. ഞാൻ അപ്പോൾ നിലമ്പൂരിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമുണ്ട്. അതിന്റെ പേരാണ് മഖ്ബറയുടെ മഹത്വങ്ങൾ, ശത്രുക്കളുടെ ഭീകരതകൾ. 2009 ഏപ്രിൽ 10 വെള്ളി മലയാള മനോരമ. 4 ഖബർ വഴിയന്മാരെയും ചിത്രം. എന്നിട്ട് എന്തായി? ജാറം പൊളിക്കാൻ ശ്രമം, 4 പേർ പിടിയിൽ. പോലീസുകാർ ഉമർ മൗലവിനെ വിശ്വസിച്ചു. ദുന്യാവ് നിലള്ള കാണിച്ചു വെച്ച് വിശ്വസിച്ച് തോറ്റുപോയി. മലക്കുകൾ സഹായിക്കുന്നു. ഇപ്പൊ മനസ്സിലായി, പോലീസ് പിടിച്ചു. മലക്കുകൾ സഹായിക്കല്ല, പോലീസ് പിടിക്കല. അപ്പൊ സഹോദരന്മാരെ, ഞാനിത് പറഞ്ഞു വരുന്നത്, അപ്പൊ അവരോട് ചോദിച്ചു എന്തിനേത് പൊളിച്ചത്? അവരെ മറുപടി തരും, ജാറത്തിൽ പ്രാർത്ഥന നടത്തുന്നത് അന്ധവിശ്വാസമാണെന്നതിനാലാണ് ഇത് പൊളിച്ചതെന്ന് പിടിയിലായവർ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു. അപ്പൊ ജാറത്തിൽ പ്രാർത്ഥന നടത്തിയാൽ അന്ധവിശ്വാസമാണ്. നമ്മളെ നേതാവ് ആരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. അത്ര വലിയൊരു നേതാവിനെ ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല, കിട്ടുകയില്ല. ഒരു നേതാവിന് കോടിക്കണക്കിനായി വിളിക്കുന്നു, അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി. 5 കോടിൽ നിസ്കാരം നടക്കുന്നുണ്ട് ഒരേ സമയം. ഫർള് സുന്നത്ത് വേറെ. നമ്മൾ ഓർമ്മ വേറൊരു കൂട്ടർ ഉണർവില്ല. ഒരു സ്ഥലത്ത് ദുഹ്റാബും വേറെ സ്ഥലത്ത് അസറ. അപ്പൊ ലോകം മുഴുക്കെ ഒരു നേതാവിനെ വിളിക്കുന്നു 24 മണിക്കൂർ. ഓരോ വിളിക്കും ആ നേതാവ് ആ വിളി അറിയുന്നു, അതിനുത്തരം നൽകുന്നു. അതല്ലേ മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫഅർദ അലൈഹിസ്സലാം. ഏതൊരു വ്യക്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരു വ്യക്തി എനിക്ക് എവിടുന്ന് സലാം പറയുന്നുണ്ടോ, എപ്പോൾ സലാം പറയുന്നുണ്ടോ, അതെല്ലാം എന്റെ വഫാത്തിന് ശേഷം ഞാൻ മടക്കും കേട്ടോ. അത് മടക്കാൻ പര്യാപ്തമായ വിധം എന്റെ റൂഹിനെ അല്ലാഹ് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടാകും. ഈ ഹദീസ് ലൈഫാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഹജ്ജ്, ഉംറ, സിയാറത്ത് രചന ശൈഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, സൗദി അറേബ്യയിലെ മതവിദ്യാഭ്യാസ ഗവേഷണ പ്രബോധന വിഭാഗം ചെയർമാൻ, വിവർത്തനം TK മുഹീദ്ദീൻ ഉമരി തിരൂരങ്ങാടി. സൗജന്യ വിതരണത്തിനുള്ളത്. വെറുതെട്ടുന്നത് ഹജ്ജിന് പോയാൽ വെറുതെട്ടുന്ന ബുക്ക് മുജാഹിദികൾ, കേരളത്തിലെ മുജാഹിദികൾ വിവർത്തനം ചെയ്തു കൊടുത്തത്. മൗലവിന്റെ മോൻ
വിതരണം ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് നോക്കി വായിക്കട്ടെ. ഈ ഹദീസ് കൊടുത്തിട്ട് എന്താ എഴുതിയത്? സുനനു അബീ ദാവൂദിൽ ഹസനായ സനദോടുകൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇത് രേഖപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അർദ അലൈഹിസ്സലാം. എനിക്കാരെങ്കിലും സലാം ചൊല്ലിയാൽ അയാൾക്ക് സലാം മടക്കുവാനായി എന്റെ ആത്മാവിനെ അല്ലാഹു എനിക്ക് മടക്കിത്തരും. എവിടെ വെച്ച് ആര് സലാം പറഞ്ഞാലും മടക്കാൻ നബി തങ്ങൾക്ക് കഴിയും. ഓ സഹോദരന്മാരെ, അങ്ങനെ ഒരു നേതാവുണ്ടോ വേറെ? അതാ 24 മണിക്കൂറും അനുയായികൾ ബന്ധപ്പെടുന്ന നേതാവ്, 24 മണിക്കൂറും അനുയായികളോട് അങ്ങോട്ട് ബന്ധപ്പെടുന്ന ഒരു നേതാവ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമീ. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഓർക്കണം, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഖ്ബറയിലേക്ക് പോകുന്നു. അതാ മഹാന്മാരെ മഖ്ബറ, അത് സ്വർഗത്തോട്ടമാണെന്ന് പഠിപ്പിക്കുന്നു. അവിടെ ചെന്ന് സലാം പറയുന്നു വിളിച്ചുകൊണ്ട്. നബി തങ്ങൾ അന്ധവിശ്വാസിയാണോ? ഖബറിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമാണെന്നല്ലേ പറഞ്ഞത്? ഓ മുസ്ലിമീങ്ങളെ, അത് മുജാഹിദാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഖബർ പൂജ, ജമാഅത്തുൽ ഇസ്ലാമിയുടെ IPH പ്രസിദ്ധീകരിക്കുന്ന ഖബർ പൂജ എന്ന ഈ പുസ്തകത്തിൽ അവരും പറയുന്നു, സുബ്ഹാനല്ലാഹ്, എന്റെ മുസ്ലിമീങ്ങളെ ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, ഇതിലെന്തെല്ലാമാ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഉയർത്തപ്പെട്ട ഖബർ തട്ടി നിരപ്പാക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ലോക നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടുകൂറ്റൻ ജാറം, പച്ചക്കുബയുള്ള ജാറം മദീനയിലുണ്ട്. എന്തേ മൗദൂദി അത് സിയാറത്ത് ചെയ്യുമ്പോൾ തട്ടി നിരപ്പാക്കണം എന്ന് പറയാതിരുന്നത്? ചോദിക്കട്ടെ, ആ നബി തങ്ങളുടെ ഖബർ വലിയ കുബ്ബയുള്ള പൊങ്ങി നിൽക്കുന്ന ജാറം അവിടെയില്ലേ? കെട്ടിടമുള്ള ഖബർ സിയാറത്തിലിടാൻ സുന്നത്ത് ലഭിക്കൂല എന്ന് 19-ാം പേജിൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടിടമുള്ള ഖബറല്ലേ, അത് സിയാറത്തിലാ സുന്നത്ത് കിട്ടൂല എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളോട് ചോദിക്കട്ടെ, ലോക മുസ്ലിമീങ്ങളൊക്കെ വിട്ടീങ്ങളോ? നിങ്ങൾ എന്തിനാണ് മദീനയിലേക്ക് പോകുന്നത്? ലോക മുസ്ലിമീങ്ങൾ എന്തിനാ മദീനയിൽ പോകുന്നത്? അവിടെ കെട്ടിടമുള്ള ഖബറല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖത്താബ് തങ്ങൾക്കും ഉള്ളത്. ഇനിയും ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, തീർന്നില്ല. ഇതിൽ തന്നെ അതാ പറയുന്നുണ്ട്, ഖബറിലുള്ള ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഖബറിനെ ദൈവ സാമീപ്യത്തിലുള്ള ഒരു ഉപാധിയായി മനസ്സിലാക്കുന്നത് ശരീഅത്തിന്റെ ദൃഷ്ടിയിൽ ശരിയല്ല. ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്, വേഗം ഉത്തരം ലഭിക്കും എന്നിങ്ങനെയുള്ള ധാരണകളോടെ ഖബറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ സമീപത്ത് എന്നിട്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു പെട്ടെന്ന് ഉത്തരം തരുമെന്ന നിലക്ക് പ്രാർത്ഥിച്ചാൽ തെറ്റാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഖബർ പൂജ എന്ന പുസ്തകം പഠിപ്പിച്ചില്ലേ? ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊ, തെറ്റ് ചെയ്തവർ തങ്ങളെ സമീപത്ത് വരണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഖുർആനിനെതിരല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം? ചോദിക്കട്ടെ, തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ സമീപത്ത് എന്നിട്ട് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും എന്ന് ഖബറിലുള്ളവരെ വിളിച്ചില്ലേ? സലാം പറഞ്ഞില്ലേ? എന്നിട്ട് അവിടുന്ന് യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നമ്മക്ക് ജീവിച്ചിരിക്കുന്ന നമ്മക്കും അല്ലാഹു പുറത്തു തരട്ടെ, അതുപോലെ തന്നെ മരിച്ചുപോയ നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ വെച്ച് പ്രാർത്ഥിച്ചില്ലേ? ഖബറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് മുജാഹിദ് പറയുന്നു, ജമാഅത്ത് ഇസ്ലാമി പറയുന്നു. ഖബറിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇവരാരെയാ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്? അള്ളാന്റെ റസൂലിനെ ഇസ്ലാം മതം
അധ്യാപനം പഠിപ്പിക്കുകയാണോ? മുസ്ലിമീങ്ങളെ, ഇനി ചോദിക്കട്ടെ, പേരോട് പറഞ്ഞതുപോലെ ഹദീസിന്റെ കിതാബിലില്ലേ ഖബറാളികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടില്ലേ? ഖബറിങ്കൽ പോയിട്ട് നസ്അലുല്ലാഹ ലനാ വലക്കും അൽആഫിയ എന്നും യഗ്ഫിറുല്ലാഹു ലനാ വലക്കും എന്നും യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ എന്നും അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഖബറിന്റെ അടുക്കൽ പോയി അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഖബറിങ്കൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അത് തെറ്റാണെന്ന് ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ ഖബർ പൂജ എന്ന പുസ്തകം പറയുന്നത്. ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളെ, ഓ ആഖിറമുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, പടച്ചവനൊരു കോടതിയുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഈ ആയത്തൊന്ന് ശരിക്കും മനസ്സിലാക്കണേ. വഇന്ന മിൻഹും ലഫരീഖൻ യൽവൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബി വമാ ഹുവ മിനൽ കിതാബ് വയഖൂലൂന هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. യഹൂദികളുടെ പരിപാടിയാണ്, നസ്രാനി പണ്ഡിതന്മാരുടെ പരിപാടിയാണ്, അതിനെ പിന്തുടരുന്നവരുടെയും പരിപാടിയാണ്. അവരെന്താ പറയുക? അവരെ നാവ് കൊണ്ടവർ പറയും, ഞങ്ങൾ ഖുർആനാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങൾ സുന്നത്താണ് പഠിപ്പിക്കുന്നതെന്ന് പറയും. ഖുർആൻ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും അവരാണെന്ന് സമൂഹം തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയുകയാണ്. അവര് പറയുന്നത് കിതാബിലുള്ള സംഗതിയല്ല, ഖുർആനിലുള്ള വിഷയമല്ല, തൗറാത്തിലുള്ള കാര്യമല്ല, ഇൻജീലിലുള്ള കാര്യമല്ല, പടച്ചവന്റെ കിതാബിലുള്ളതല്ല അവർ പറയുന്നത്. വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ നിയമമാണെന്ന് അവർ പറയുകയാണ്. വമാ ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിന്റെ നിയമമല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബ, അവർ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണ്, അറിഞ്ഞുകൊണ്ട് കള്ളം പറയുകയാണ്. ഫൈസാബാദിലുള്ള മുസ്ലിമീങ്ങളെ, പട്ടിക്കാടുള്ള മുസ്ലിമീങ്ങളെ, ഇതിന്റെ പരിസരങ്ങളിലുള്ള മുസ്ലിമീങ്ങളെ, നിങ്ങളേതെങ്കിലും കക്ഷികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറയുന്ന ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ, മുജാഹിദിന്റെ നേതാക്കൾ പറയുന്ന ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ, അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ പാവപ്പെട്ടവൻ പറയും, എനിക്ക് SYS-ന്റെ പ്രവർത്തകന്മാർ സ്റ്റേജ് സംഘടിപ്പിച്ചു തന്നിട്ടുണ്ട്, അവർക്ക് അല്ലാഹു ആഖിറത്തിൽ പ്രതിഫലം നൽകട്ടെ, ഞാൻ തെളിവ് സഹിതം അതാ റബ്ബേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിന്റെ ഖുർആനാണ് ഹദീസാണെന്ന് പറഞ്ഞിട്ട് നിന്റെ ദീനിനെതിരെ, നിന്റെ ഹബീബായ നബി തങ്ങളുടെ ആശയത്തിനെതിരെ ഇവിടെ പുത്തൽവാദികൾ പ്രവർത്തിച്ചപ്പോ എഴുതിയപ്പോൾ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു, എന്താണ് ഇവരുടെ ധൈര്യം? അല്ലാഹുവിന്റെ ദീൻ അട്ടിമറിക്കാൻ എന്താണ് ഇവരുടെ ധൈര്യം? സുബ്ഹാനല്ലാഹ്. ഞാൻ നീട്ടി സംസാരിക്കില്ല. സഹീഹുൽ ബുഖാരി ബുഖാരിയിൽ നിങ്ങൾക്ക് ഹദീസ് കാണാം. എന്താണ്? സുബ്ഹി നിസ്കാരത്തിന് രണ്ട് ബാങ്ക് എനിക്ക് മനസ്സിലാക്കും. ഒരു ബാങ്ക് അത് സുബ്ഹി ആയിട്ടുള്ള ബാങ്കല്ല, പറഞ്ഞ പോലെ എഴുന്നേൽപ്പിക്കാനുള്ള ബാങ്കാണ്. എന്നാൽ അത് ബിലാൽ റളിയല്ലാഹുവിന്റെ ബാങ്ക്. മുമ്പിലും റളിയല്ലാഹുവിന്റെ ഒരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് സുബ്ഹി ആയാലുള്ള ബാങ്ക്. നമ്മുടെ നാട്ടിൽ ആ ബാങ്കേ കൊടുക്കലുള്ളൂ, മറ്റേ ബാങ്ക് കൊടുക്കില്ല. മക്കയിലും മദീനയിലൊക്കെ രണ്ട് ബാങ്ക്, സുബ്ഹിന്റെ മുമ്പ് ഒരു ബാങ്ക്. അതുകൂടി കൊടുത്താൽ നല്ലതാണ്. ചില സ്ഥലത്ത് ചില സുന്നത്ത് ചിലപ്പോൾ നടപ്പുണ്ടാവില്ല, അതുകൊണ്ട് അവർ കാഫിറാവുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബാങ്കില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും കാഫിങ്ങൾ മൂത്തതീങ്ങളെന്ന് പറഞ്ഞില്ല, സുന്നത്ത് നമ്മൾ എടുത്തിട്ടില്ല. ഏതുപോലെ മക്കയിൽ മുമ്പ് കാലത്തൊക്കെ കൂട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇപ്പൊ കൂട്ടുപ്രാർത്ഥന ചിലപ്പോൾ കാണും. അതുകൊണ്ട് അവർ ഇസ്ലാമെന്ന് വർത്താന്ന് പറയാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ആളുകൾക്ക് തിരിഞ്ഞു പോകണം, ഭയങ്കര തിരക്കാണ്, തവാഫിന് സ്ഥലം കിട്ടണം, സിയാറത്തിന് സൗകര്യം കിട്ടണം, അതുകൊണ്ട് പെട്ടെന്ന് നീതി ചിലപ്പോൾ പോയത്. അതുകൊണ്ട് അവർ മൂത്തതിയാന്ന് പറയാം. അതേ സമയത്ത് കൂട്ടുപ്രാർത്ഥന പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിന് മുബത്തതിയാണ്, മുബത്തനാണ്. പറയാം മമൂമിന്റെ ദുആ കേൾക്കുന്ന മമൂമികൾ ആമീൻ പറയുന്നത് സുന്നത്താണ്. പറയാം
അപ്പോ ആ സുന്നത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ മതം അട്ടിമറിച്ചവനാണ്, അവൻ മുബ്തദിയാണ്. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇബ്നു ഉമ്മി മക്തൂമിന്റെ ബാങ്ക് സുബ്ഹി ആയാലുള്ള ബാങ്ക്, അത് കൊടുത്താൽ പിന്നെ നിങ്ങൾ ആരും റമദാനിൽ ഭക്ഷണം കഴിക്കരുതേ, ഭക്ഷണം നിർത്തണം. ബുഖാരിയിലെ ഹദീസ്. എന്നാ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം എന്താ പറയുന്നത്? 1977 സെപ്റ്റംബർ. ഇതിനെന്താ പറയുന്നത്? ഇതിനൊരു ചോദ്യം. എന്താ ചോദ്യം? നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സുബ്ഹി ബാങ്ക് കേട്ടാൽ അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ? ഉത്തരം, നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കേട്ടാൽ അതിൽ നിന്നും തന്റെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല. അപ്പൊ സുബ്ഹി ബാങ്ക് കൊടുത്താലും ആവശ്യം തീർന്നിട്ട് പാത്രം വെച്ചാൽ ഇത് ഇസ്ലാമാണോ? ഇത് ബുഖാരിയുടെ ഹദീസിനെതിരാണ്. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് സുബ്ഹി ആയതിനു ശേഷമുള്ള ബാങ്ക്, അതിനുശേഷം